മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം.എസ്. വിശ്വനാഥൻ എന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ, ദേവരാജൻ മാസ്റ്ററൊക്കെ കാലത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ തമിഴിലും മലയാളത്തിലുമൊക്കെ ഒരുപാട് ഹിറ്റുകൾ ഒരുക്കിയിട്ടുള്ള ഒരു വലിയ സംഗീത സംവിധായകൻ. അദ്ദേഹം ഒരു വലിയ പർവ്വതം പോലെ ഒരു കാലത്ത് നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളാണ് പിന്നീട് വന്നിട്ടുള്ള 80കളിലെ തലമുറകളെല്ലാം തന്നെ. അദ്ദേഹവുമായിട്ട് ഒരുമിക്കാൻ സാധിച്ച ഒരു സിനിമ എന്ന് പറയുന്നത് വളരെ ലോ ബഡ്ജറ്റിൽ പിറന്നിട്ടുള്ള, ഇന്നോർക്കുമ്പോൾ മുകേഷിൻ്റെ സിനിമയാണെന്നറിയാം, സന്ധ്യാമോഹനായിരുന്നു അതിൻ്റെ സംവിധായകൻ. അപ്പോൾ ആ ഒരു സിനിമയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ഈണത്തിൽ പാട്ടുകൾ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അനുഭവം അതുപോലെ തന്നെ നമ്മുടെ എഴുത്ത് ജീവിതത്തിൽ വേറൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവ പരിസരങ്ങളായിരിക്കും. സിനിമയുടെ പേര് അമ്മ അമ്മായിയമ്മ, പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് എം.എസ്. വിശ്വനാഥൻ എന്ന് പറഞ്ഞ സംഗീത സംവിധായകനോടൊപ്പമുള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അമ്മ അമ്മായിയമ്മ എന്നുള്ള സിനിമ വാസ്തവത്തിൽ സന്ധ്യാമോഹൻ എന്ന് പറയുന്ന സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത 2 ഫ്രണ്ട്സും എന്നെ കാണാൻ വന്നിട്ട് പാട്ട് എഴുതണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ദേവരായ മാഷാണ്. അപ്പോൾ ദേവരായ മാഷ് അല്ലാതെ വേറൊരാൾ അവർ ആലോചിക്കുകയാണ്. പിന്നെ ഇളയരാജയാണ്. അപ്പോൾ അവരത് പറയുന്നില്ല. അവർ പറഞ്ഞു ഇവരൊക്കെ വളരെ, അത് ഡയലോഗ് ശ്രദ്ധിക്കണം, ഇവരൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്, ചീപ്പായിട്ടൊരാളാണ് മദ്രാസിൽ. ആര്? ഇവരുടെ അഭിപ്രായത്തിലല്ല, ഈ കാസറ്റ് കമ്പനിക്കാരുടെ സങ്കല്പത്തിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് പാട്ട് ചെയ്യിച്ചാൽ ഈ പാട്ടുകൾക്ക് ഇത്രയേ കിട്ടുകയുള്ളൂ. നേരെ മറിച്ച് ഇളയരാജയാണെങ്കിൽ വലിയൊരു എമൗണ്ട് കിട്ടും. അപ്പം മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിനേക്കാൾ ഇദ്ദേഹത്തിന് മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. കാരണം ലഘുവായ പ്രൊഡക്ഷനാണല്ലോ. എനിക്ക് വലിയ സങ്കടമായിപ്പോയി. കാരണം എം.എസിൻ്റെ സ്റ്റുഡിയോയിൽ പോയി വെറും ഒരു വാദ്യോപകരണ വിദഗ്ധനായിട്ട് നിന്നയാളാണ് ഇളയരാജ. ഓട്ടോറിക്ഷയിൽ വന്ന് ഇത് വായിച്ചിട്ട് പോകുന്ന ആ പഴയ ഇളയരാജയുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസാണ്. അങ്ങനെ മഹാരാജാവായിട്ടിരുന്ന ഒരാൾ ഒരു പ്രത്യേക പൊസിഷനിൽ ഇങ്ങനെ വന്ന് മാർക്കറ്റ് ഇടിഞ്ഞിട്ട്, എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ കഴിവ് അതുപോലെ ഉണ്ട്. 90കളിലാണ് ഈ സിനിമ വരുന്നത്, അമ്മ അമ്മായിയമ്മ എന്നുള്ള സിനിമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാല്യൂ ഇത്രയാണല്ലോ എൻ്റെ മനസ്സിങ്ങനെ വിഷമിച്ചു. എന്നാലും എം.എസ്. കണ്ണദാസൻ്റെ എം.എസ്. വിശ്വനാഥനല്ലേ, ഞാൻ വലിയ ഹാപ്പി ആയിട്ടോടെ പോകുന്നു അദ്ദേഹത്തെ. പക്ഷേ ഞാൻ ചെറിയൊരു കുഴപ്പം ഞാൻ കാണിച്ചു. കുഴപ്പമല്ല, ദേവരായ മാഷെ വിട്ടെനിക്കൊരു സിനിമയില്ല. അദ്ദേഹമില്ലാതെ ഞാൻ മദ്രാസിൽ ചെല്ലുകയാണ് സിനിമയ്ക്ക് പാട്ട് എഴുതാൻ. അദ്ദേഹത്തെ കണ്ടിത് പറയാൻ എനിക്ക് വിഷമം. കാംദാർ നഗറിന് മുമ്പിൽ കൂടെ ഞാൻ പോയി ഓട്ടോറിക്ഷയിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ കയറിയില്ല. ഞാൻ നേരെ എം.എസിനെ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. എം.എസ്. ആണെങ്കിൽ വളരെ കാര്യമായിട്ട് പെരുമാറുന്നു. എന്നിട്ട് അദ്ദേഹം ഫസ്റ്റ് ഡയലോഗ് തന്നെ ആശാൻ ഇരിക്കാൻ പറഞ്ഞു എന്നോട്. ഇദ്ദേഹം ഗ്രാൻഡ് ഓൾഡ് മാനാണ്. അപ്പം ഞാൻ ആശാൻ. അപ്പോൾ ഞാൻ ആലോചിച്ച്, ഞാൻ ഒരു സ്തബ്ധനായിട്ട് നിന്നു. ഉക്കാറുങ്കോ ആശാൻ, ആശാൻ നിങ്ങളിരിക്കൂ. മലയാളം കൊണ്ട് കുറച്ച് ബേസ് വോയിസാണ് പുള്ളിയുടെ. ഇരിക്കൂ ആശാൻ, ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ആശാനെന്ന് വിളിച്ചത് രായൻ തന്നെ അല്ല. ഈ കസേരയിൽ എഴുതാൻ വരുന്നവരൊക്കെ എൻ്റെ മുമ്പിൽ കണ്ണദാസനാണ്. ഞാൻ കണ്ണദാസനാണ് കാണുന്നത് ഇവിടെ എഴുതുന്ന ആൾ. മനസ്സിലായില്ല? അതായത് നിങ്ങളുടെ ഇതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് പുള്ളി മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ ആ മിനിറ്റിൽ വരി വരുന്ന ഒരുത്തൻ ലോകത്ത് കണ്ണദാസൻ മാത്രമേ ഉള്ളൂ. പിന്നെ മലയാളത്തിൽ വയലാറും. ഇവരെ വെട്ടിക്കാനൊന്നും ആർക്കും പറ്റില്ല. അതുകൊണ്ട് ആശാൻ എന്ന് വിളിച്ചാലെങ്കിലും 1-2 വരി വരുമെന്ന് വെച്ചാൽ എന്നുള്ള അർത്ഥത്തിൽ എന്നെ ഇരുത്തുന്നു. അപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. അപ്പോൾ പുള്ളി പറയുന്നു വന്നു വന്നു എന്ന് പറയുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിയിരിക്കുക, ഫോൺ കോൾ ആരുടെയാണെന്ന്. എനിക്ക് തന്നു. അപ്പോൾ പറയാ പുള്ളി, അതാണ് ഏറ്റവും രസം. എടാ, അവനെ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ, അവൻ്റെ ശബ്ദമേ ഉള്ളൂ, മര്യാദക്കാരനാണ്, നല്ല ട്യൂണാണ് ദേവരായ മാഷ്. അപ്പം ഞാൻ വെട്ടിച്ചിവിടെ വന്നത് പുള്ളി അറിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ അല്ല, നിൻ്റെ ഓട്ടോറിക്ഷ പോകുന്നതൊക്കെ ഞാൻ കണ്ടു, നീ ഒളിഞ്ഞു നോക്കുന്നതും കണ്ട് പുള്ളി അകത്തു നിന്ന് കാണുന്നുണ്ടായിരുന്നു. എന്നോട് പറയാഞ്ഞതിൽ വിഷമമൊന്നുമില്ല. പക്ഷേ എന്നോട് ഇത് പറയണമെന്നുണ്ടായിരുന്നു. കാരണം അങ്ങനെ കണ്ട് വിരളണ്ട, മിടുക്കന, അതാണ് പുള്ളി, അത്രയും സ്നേഹം. എന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ അദ്ദേഹത്തിന് തമിഴും മലയാളവും വഴങ്ങും, അതുകൊണ്ട് നോ പ്രോബ്ലം, സക്സസ് ആവട്ടെ എന്ന് പുള്ളി എന്നെ അനുഗ്രഹിക്കുകയായിരുന്നു. അനുഗ്രഹിച്ചിട്ടിരിക്കുന്ന ആദ്യത്തെ പാട്ട് തന്നെ, അതാണ് ഏറ്റവും കഷ്ടം. ഒരു എം.എസിൻ്റെ ഗതിയാണ് ആ പാട്ടിൽ വന്നത്. ഏറ്റവും നല്ലപോലെ ജയചന്ദ്രൻ പാടി അരുന്ധതി എന്നൊരു ഗായികയുണ്ട് ആകാശവാണിയിലുള്ള. അരുന്ധതി ഞാൻ ബലമായിട്ട് വിളിച്ചു വരുത്തി പാടിച്ചു. ചിത്രയും അരുന്ധതിയും ഒക്കെ ഒരേ സമയത്ത് വന്നവരാണ്. അരുന്ധതിക്ക് അധികം ചാൻസ് കിട്ടാതെ നിൽക്കുന്നൊരു സമയമായിരുന്നു.
അപ്പോൾ ഞാൻ ഇൻസിസ്റ്റ് ചെയ്ത് MS-ൻ്റെ ഒരു പാട്ട് പുള്ളിയെ കൊണ്ട് പാടിക്കുമെന്ന് തീരുമാനിച്ചിട്ട് വിളിക്കുകയായിരുന്നു. അപ്പോൾ അരുന്ധതി വന്ന് പാടുകയും ചെയ്തു. അരുന്ധതിയും ജയചന്ദ്രനും പാടി. ആ പാട്ടിൻ്റെ അർത്ഥമാണെങ്കിലും ഞാൻ എഴുതിയ ഏറ്റവും അർത്ഥമുള്ള പാട്ട്, മലയാള സിനിമയുടെയും ലോക സിനിമയുടെയും നിലവാരത്തെ കുറിക്കുന്ന പാട്ട്. നമ്മുടെ വൃത്തികെട്ട മാർക്കറ്റുണ്ടല്ലോ, ഈ കച്ചവട സിനിമയുടെ ഏറ്റവും നല്ല പാട്ട് എന്താണെന്നറിയാം? വെളിച്ചം വിളക്കിനെ മറക്കുമീ സമസ്യയിൽ, മനുഷ്യജന്മങ്ങൾ കാനൽ ജലരേഖകൾ, ബന്ധുരമാകും ബന്ധങ്ങൾ, ബന്ധനങ്ങൾ വെറും പൊയ്വേഷങ്ങൾ, വെളിച്ചം വിളക്കിനെ മറക്കുമീ സമസ്യയിൽ. വെളിച്ചം ഇളയരാജ, വിളക്ക് MS. അപ്പം വെളിച്ചം വന്നത് ഈ വിളക്കിൽ നിന്നാണ്. പക്ഷേ പുതിയ കച്ചവട മാർക്കറ്റിംഗ് തന്ത്രം വന്നപ്പോൾ ഈ വിളക്കിനെ മറന്നു. മനുഷ്യബന്ധങ്ങൾ കാനൽ ജലരേഖകൾ, ബന്ധുരമാകും ബന്ധങ്ങൾ, ബന്ധനങ്ങൾ വെറും പൊയ്വേഷങ്ങൾ. ഇത് പാടിക്കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു വോയിസ് ഉണ്ടല്ലോ, വെളിച്ചം വിളക്ക് എന്ന് പറഞ്ഞ് പുള്ളി ഇത് പാടി MS. ഇത് പാടുന്ന സമയത്ത് ജയൻ എന്നോട് ചോദിച്ചു, നീ വല്ല അർത്ഥം വെച്ച് വല്ല എഴുതാണോ എന്ന്. പുള്ളിക്കറിയാം അന്നത്തെ MS-ൻ്റെ പൊസിഷനിങ്. പക്ഷേ അത് വളരെ അന്വർത്ഥമായൊരു പാട്ടായിരുന്നു. ഏറ്റവും നല്ല ജയൻ പാടിയ ഏറ്റവും നല്ലൊരു പാട്ട്. എന്നോട് ദേവരായ മാഷ് പ്രത്യേകം വിളിച്ച് പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു ആലാപനം മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ്. ഇപ്പോൾ കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച പോലെയുള്ള പാട്ടുകൾ, അതിലെ ഒരു ഹൈ പിച്ച്, പിന്നെ അതുപോലെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ജീവിതം ഒരു ഗാനം, അതിലെ സത്യനായിക എന്നുള്ള പാട്ട് എല്ലാ ദേവാലയങ്ങളിലും അദ്ദേഹം ഈണം നൽകിയ ഗാനം. പാടിയിട്ടുള്ള ഹൈ പിച്ചിലുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ അദ്ദേഹം പാടിത്തരുന്നത് നമുക്ക് ഇതിലൂടെ പെട്ടെന്ന് നമുക്ക് ആ ഒരു മൊമെൻ്റ് നമുക്കിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇതിനകത്ത് വേറെ ഒരു പാട്ടുണ്ട്, പുള്ളി തന്നെ പാടി. അമ്മ ടൈറ്റിൽ സോങ് പുള്ളിയാണ്. അമ്മ അമ്മ അമ്മായി അമ്മ. അത് ഹാസ്യമെന്ന് വെച്ചാൽ ആ കഥയുടെ കണ്ടൻ്റൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. മാനവും മര്യാദയും തറവാടിത്തവും എന്നൊക്കെ പറഞ്ഞാൽ വരി. പൈസ നോക്കിയിട്ട് ബഹുമാനിക്കുന്ന അമ്മായിയമ്മയും പാവപ്പെട്ട മരുമോള്. തലയിണ മന്ത്രങ്ങൾ ഇല്ലാതെയാക്കുവാൻ തലയിണകൾ മുഴുവനുമേ നിങ്ങൾ കത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ടൈറ്റിൽ സോങ് ആയിട്ട് MS തന്നെ ഇത് പാടി. അപ്പോൾ ഞാൻ ചോദിച്ചു, മാഷ് തന്നെയാണ് ഇത് പാടുന്നത്? പുള്ളി പറഞ്ഞ്, ഞാൻ പാടി എഴുതി ശരിയാവും, കാരണം ഇത്രയും ഹാസ്യം വരുത്തണമെന്ന്. അങ്ങനെ സിനിമയിൽ ഏറ്റവും കൂടുതൽ മാനവും മര്യാദയും തറവാടിത്തവും മിക്സിയിലിട്ട് നിങ്ങൾ പൊടിപ്പിക്കുന്നുവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വളരെ വിറ്റിയായ പാട്ടായിരുന്നു. അത് വേറെ ആരെ കൊണ്ട് പാടിക്കാതെ MS തന്നെ പാടി. അങ്ങനെ MS-നെ കൊണ്ട് പാടിക്കാവുന്നൊരു ഭാഗ്യം കൂടെ. MS-നെ കൊണ്ട് പാടിക്കുക എന്നുള്ളതല്ല, ബാസനു കാളിദാസനു എന്നൊക്കെ പാടിയിട്ടുള്ള ആ തത്വചിന്താപരമായ വരികൾ പാടിയ ആളെ കൊണ്ട് മിക്സിയിലിട്ട് ഹാസ്യം അതിനകത്ത് തലയിണ മന്ത്രങ്ങൾ ഇല്ലാതെയാക്കുവാൻ തലയിണകൾ മുഴുവനുമേ നിങ്ങൾ കത്തിക്കുന്നു, ഇങ്ങനെയൊക്കെ ചില സാധനങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലും അങ്ങനെയുള്ള ഒരു പാട്ട് പാടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും ചിലപ്പോ. കാരണം തുടങ്ങുന്നതന്നെ അമ്മ അമ്മ അമ്മായി അമ്മ അമ്മ. പടത്തിൻ്റെ ടൈറ്റിൽ അങ്ങനെയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ പയ്യന്മാരൊക്കെ മിടുക്കന്മാരായിരുന്നു. ഒരാൾ ഒരു ഇരിങ്ങാലക്കുടക്കാരൻ, ഒരാൾ ഇപ്പം ഏറ്റവും കൂടുതൽ ഹിറ്റ് പടങ്ങളുണ്ടാക്കിയ, അതായത് എല്ലാ താരങ്ങളും അഭിനയിച്ചൊരു പടം ഉണ്ടായിരുന്നല്ലോ 2020, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഉദയകൃഷ്ണ സിബി കെ തോമസ്. മുകേഷും സുകന്യൊക്കെ ആയിരുന്നു. അല്ല, മോസ്റ്റ് ഡിമാൻഡഡ് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് പുള്ളി മാറുകയാണ്. അതിൽ പുള്ളി ചെറിയ ഒരു റോളിൽ അഭിനയിക്കുകയും ചെയ്തു. സന്ധ്യാമകനയാൾ അന്നങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും കൂടി ചെയ്തു. പക്ഷേ വളരെ വളരെ ഡെഡിക്കേറ്റഡ് വർക്കാണ്. പുള്ളിയുടെ കൂടെ തന്നെ വേറൊരാളുടെ പേര് ഞാൻ വിട്ടുപോയി. 2 പേരായിരുന്നു. അത് ഇരിങ്ങാലക്കുടയുള്ള പുള്ളി സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ 2 പേരുമാണ് അദ്ദേഹത്തിൻ്റെ ശക്തിയായിരുന്നത്. പടം നല്ലവണ്ണം വേറെന്നുള്ളത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ C ക്ലാസ്സിൽ സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ ഏക പടം ഇതാണ്. മുകേഷ് ആയിരുന്നു നായകൻ. B ക്ലാസ്സിലും C ക്ലാസ്സിലും ഹൗസ്ഫുള്ളായി ഓടിയ ഒരു ചരിത്രം, സിനിമയുടെ ചരിത്രം അന്വേഷിച്ച് സിനിമയുടെ ചരിത്രകാരന്മാർ വന്നാൽ അമ്മ അമ്മായിയമ്മ മുമ്പിൽ നിൽക്കും.
അപ്പം എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയത് ഒന്ന് MS വിശ്വനാഥിൻ്റെ സാമീപ്യം, 2 ഈ ദേവരാജൻ മാഷുടെ വിശാലമായ ഹൃദയം, 3 ഇത്രയധികം കഴിവുള്ളൊരു മനുഷ്യൻ ലോകത്തില്ല MS പോലെ. ഈ പാട്ട് തന്നെ വെളിച്ചം വിളക്കിനെ എന്നുള്ളതിന് പുള്ളി ഒരു 16 ട്യൂണിട്ട് അപ്പം തന്നെ എന്നെ കേൾപ്പിക്കുക. ആശാൻ ഇതെങ്ങനെ, ഈ ആശാൻ എന്ന് വിളിക്കുമ്പോഴാണ് നമ്മൾ തകർന്നു പോകുന്നത്. ഇതെങ്ങനെ ട്യൂണിട്ട് കേൾപ്പിക്കുക, പ്രൊഡ്യൂസേഴ്സും വിഷമിക്കുക. അതും ക്ഷിപ്രസാധ്യമാണ് പാട്ടുണ്ടാക്കാൻ ഇത്ര എളുപ്പമായിട്ട്. അദ്ദേഹത്തിൻ്റെ തമിഴൊക്കെ നമുക്ക് അറിയാമല്ലോ. അതെ അതെ. ഓരോ പാട്ടുകളും പാവാടை தாவணியில் பார்த்த உருவமா இதை പൂവാടൈ വീശി വര പൂത്ത പരുവമാ എന്ന് പറഞ്ഞ് ഇയാൾ ട്യൂൺ ചെയ്യുന്നു, മറ്റേ നടന്ന് വരി ഉണ്ടാക്കുന്ന കണ്ണദാസൻ. അതൊക്കെ വല്ലാത്തൊരു അത്ഭുതമാണ്. ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു. അതെ, ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡുകൾ ഇതൊക്കെയാണ് വാസ്തവത്തിൽ ഇദ്ദേഹത്തിൻ്റെ. MS, അതുപോലെ ബോംബെ രവി എനിക്ക് ബന്ധപ്പെടുത്തി തന്നത് വാസ്തവത്തിൽ ആ കേച്ചേരിയിൽ എനിക്ക് ആ ദുരന്താനുഭവത്തോട് ഇപ്പം സന്തോഷമാണ് തോന്നുന്നത്. കേച്ചേരിയിൽ യൂസഫലി കേച്ചേരി വിളിക്കാൻ പോയവർ അവിടുന്ന് എന്നെ അന്വേഷിച്ച് തിരിഞ്ഞോടേണ്ടി വന്നത് വിധി എന്ന് പറയാം ഇല്ലേ. അതെ അതെ. എനിക്ക് യൂസഫലി കേച്ചേരി എഴുതേണ്ട പാട്ടുകളാണത്. പക്ഷേ അത് എന്നിലേക്ക് വന്നു. പിന്നെ ഹിന്ദി ട്രാൻസ്ലേറ്റേഴ്സിനുണ്ട്, നല്ലവണ്ണം ഹിന്ദി അറിയാവുന്നവർ അസിസ്റ്റൻറ്റുകൾ, അവർ അഭിനയിക്കുകയും ചെയ്യുന്നു. അവർ അഭിനയിക്കാൻ അവർ റെഡിയായിരുന്നു അവർ. പക്ഷേ എല്ലാം ഈ സംവിധായകൻ വിലക്കുന്നതുകൊണ്ട് അവർക്ക് അഭിനയിക്കാൻ, അവർ അസോസിയേറ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. ഒരു പക്ഷേ അവർക്ക് ഇതിലെ നായകനായിട്ട് അഭിനയിക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായി കാണും, പക്ഷേ അത് നടന്നില്ല ഈ സംവിധായകൻ കുഴപ്പമായതുകൊണ്ട്. അങ്ങനെ ആ പടം, അമ്മായിയമ്മ, അതുപോലെ ഇത് മഞ്ഞുതുള്ളി, ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിലൊരു ഗ്യാപ്പ് വരുന്നു.